வந்து எனக்கு தப்பாக கொடுத்துட்டாங்க. கொடுத்தவங்க பேரை நான் யாரும் சொல்லலை. ஒரு 10 நாள் ஹாஸ்பிட்டல் அட்மிட் ஆயிடுச்சு. அப்போ என் கூட இருக்கா அந்த டைமில் என்னை பார்த்துக்க வரா. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാലയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എലിസബത്തും തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ബാല പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ഒരു 5 ദിവസം മുന്നേ തമിഴ്നാട്ടിൽ ഒരു ചാനലിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണിത്. ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ 2ാമത്തെ കല്യാണമാണ്. അതായത് ബാക്കി കല്യാണമൊന്നും ഇയാൾക്ക് ഓർമ്മയില്ല. ഇതെൻ്റെ 2ാമത്തെ കല്യാണമാണ്. അപ്പോൾ എലിസബത്ത് ആരാണ്? അല്ല, അമൃതയെ കല്യാണം കഴിച്ചു, അതിനുശേഷമാണ് കോകിലയെ കല്യാണം കഴിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ എലിസബത്ത് ആരാണ്? അത് മാത്രവുമല്ല, കുറേ നാൾ മുമ്പ് അമൃത തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ 2ാം കല്യാണമാണ് ഞാനെന്ന്. ടോട്ടലിന് തന്നെ 3-4 കല്യാണം കഴിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് 2ാം കല്യാണമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏതായാലും എലിസബത്തും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. എലിസബത്തും കുറേ കാര്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും എലിസബത്തിന്റെ കൂടെ ഇപ്പോഴും നിൽക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടിയിട്ട് ഒരു കാര്യവുമില്ല. അതായത് എലിസബത്ത് എന്ന് പറയുന്ന ആ ഒരു യുവതിയെ ഈ ബാല ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇയാളുടെ പല നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടോ ഇയാളുടെ പല കോപ്രായങ്ങൾക്കും വേണ്ടിയിട്ടോ നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഡോക്ടറായ ഈ യുവതിക്ക്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരുപാട് രഹസ്യങ്ങൾ അയാളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂം സീന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വിടും എന്നുള്ള തരത്തിൽ. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ മറികടക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരു തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരാൾ ഈ മരുന്ന് മാറി തന്നിട്ടുണ്ട്. അതാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ വെച്ചാൽ ഈ വേട്ടാവളിയൻ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇതിനൊന്നും നോക്കാൻ ഒരാളുമില്ലായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എലിസബത്ത് എന്ന് പറയുന്ന യുവതി ഇവന്റെ ഭാര്യ തന്നെ. ഈ സ്ത്രീ ആയിരുന്നു ആ 24 മണിക്കൂറും ഊണും ഉറക്കവും കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്നത്. എന്നിട്ട് അതിനെ രക്ഷപ്പെടുത്തി എടുത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിനെ വേണ്ട. അതായത് എലിസബത്തിനെ വേണ്ടാത്തത് എന്തുകൊണ്ടാണ്? 250 കോടി രൂപയുടെ സ്വത്തുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ സ്വത്ത് മുഴുവൻ വല്ല മലയാളികളും അടിച്ചുകൊണ്ടുപോയാലോ? ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അമൃതയെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. അതുപോലെ തന്നെ കുഞ്ഞിന്റെ പേരിലുള്ള ഈ LIC പോളിസി വരെ പിൻവലിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ എലിസബത്തിനെ കിട്ടി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനക്ക് ഡോക്ടറെ കിടച്ചിരക്ക് എന്ന് പറയാൻ വേണ്ടി മാത്രം. അങ്ങനെ എലിസബത്ത് കം ഹിയർ എന്നൊക്കെ പറയും നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും ഒഴിവാക്കിയിട്ടാണ് കോകിലയെ കിട്ടിയിരിക്കുന്നത്. കോകില എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വന്തം കുടുംബത്തിലെയാണ്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പൈസ എവിടെയും പോകത്തില്ല, ഈ സ്വത്ത് എവിടെയും പോകത്തില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു 4ാംകിട പരിപാടി. അതായത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റർവ്യൂ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ മലയാളി പെൺകുട്ടികളെ ഇയാൾ ഉപയോഗിച്ചിട്ട് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അതായത് യാതൊരു ഉളുപ്പുമില്ലാതെ ഇയാൾ പറയാതെ പറയുന്നത് അതാണ്, ഞാൻ മലയാളികളെ എല്ലാം ഉപേക്ഷിക്കും. എൻ്റെ അഭിപ്രായം അമ്മ സംഘടന ഇതിൽ ഇടപെടണം, അതാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ചെറ്റകളെ ഒന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സംഘടനയിൽ വെച്ച് പൊറപ്പിക്കരുത്. ഈ ബാല വലിയ പൈസക്കാരനായിരിക്കും, ബാല വലിയ ഇതായിരിക്കും, ഊളയാണ്. പക്ഷേങ്കിൽ ബാല എന്ന് പറയുന്നവൻ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അയാളെ പിന്താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറേ ഊളം മലയാളികളുണ്ട്. പിന്നെ അവരോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാല തൂറുന്നത് വരെ ഉമ്മാർ എടുത്ത് തിന്നുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ രാവിലെ നോക്കുമ്പോഴും തന്നെ ബാലയുടെ ചുറ്റും എന്ന് പറഞ്ഞാൽ കുറേ ഈച്ച പറ്റിയതുപോലെയുള്ള ക്യാമറകൾ. അതെന്ന് പറയുന്ന ബാല എന്താണ് മൊഴിയുന്നത്? ബാല എവിടെ ഒരു തമ്പ്രാനാണ്. ബാല എന്ന് പറയുന്നത് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വലിയ പുഴു അടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ വലിയ എന്തോ ഒരു സംഭവമാണെന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞ് അവിടെയൊന്നും വിജയിക്കൂല. ബാലയുടെ ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വിജയിക്കത്തില്ല. പക്ഷെ ബാല അവിടെ പറയുന്നത് ഞാനെന്തോ കേരളത്തിലെ ദൈവമാണ്, ഞാനെന്തോ മറ്റവനാണെന്നൊക്കെയാണ് ബാല പറയുന്നത്. പക്ഷെ ബാലയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ എലിസബത്ത് തന്നെ ഇപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഒരു പോസ്റ്റൊക്കെ ഞാനിന്ന് കണ്ടു. അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഈ ബാലയെ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു കാരണവശാലും ബാല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അതായത് അവനൊരു മനുഷ്യനല്ല ശരിക്ക്, അവന് വേറെ എന്തോ ഒരു അസുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നമ്മളിപ്പോഴും ചെകുത്താന, അന്ന് എല്ലാവരും ചെകുത്താനെ കുറ്റം പറഞ്ഞതിൽ ഖേദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തോക്കുമെടുത്ത് പോയിരിക്കുന്നത് എലിസബത്തിനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അതായത് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എലിസബത്തും കൂടി പ്രതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരുപക്ഷെ അവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തോക്കുമെടുത്ത് അവിടെ പോയി എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എലിസബത്തും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എലിസബത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവനെങ്ങാനും മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പോലും ഇപ്പോഴും സംശയമുണ്ട് എന്നുള്ള അമ്മാതിരി തോന്നിയ വശമാണ് ബാല ചെയ്യുന്നത്. അതായത്
ബാല എന്ന് പറയുന്നവൻ ഇവിടെ അതായത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എന്ന് പറഞ്ഞാൽ നന്മ മരം ചമയാൻ ശ്രമിക്കുകയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം മകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുൻ ഭാര്യയൊക്കെ എന്ന് പറഞ്ഞാൽ പൊളിച്ച് കയ്യിൽ കൊടുത്തു. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ആശാന് കുറച്ച് താഴെയാണ്. എന്താണെന്ന് വെച്ചാൽ പണ്ട് എന്തിനും ഏതിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് യൂട്യൂബ് ചാനലുണ്ട്, വലിയ വലിയ ചാനലുകളാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പുറകോട്ട് വലിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് കൂടുതൽ ആൾക്കാരെ ബാല വിലക്കെടുത്തിരിക്കുന്നത്. ഈ വിലക്കെടുത്ത വേട്ടാവളിയന്മാരാണ് ബാലക്ക് വേണ്ടിയിട്ട് അവിടെ ഇപ്പോഴും കമന്റ് എഴുതുന്നത്. ബാലക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ബാലവേലകൾ മുഴുവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കമന്റുകളികളാണ്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാല എന്ന് പറയുന്നവൻ ഈ മലയാളികളെ, അതായത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ കേരളത്തിൽ വന്നിട്ട് മാത്രമേ ഇവന്റെ കളി നടക്കുള്ളൂ. ഈ തമിഴ്നാട്ടിലെങ്ങാനും പോയിട്ട് ഒരു മലയാളിക്ക് ഇങ്ങനെ ഒരു കളിയൊന്നും കളിക്കാൻ പറ്റൂല. പക്ഷേ തമിഴ്നാട്ടിൽ ഇവന് 5 വിലയില്ലെന്നാണ് പറയുന്നത്. അതായത് തമിഴ് മക്കൾക്കൊന്നും ഇവനെ വേണ്ട. അതായത് തമിഴ്നാട്ടിൽ ഇവന് ഇനി എന്ത് പുളുവടിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇവന്റെ പരിപാടി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ നന്മമരമല്ല. ഇവൻ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 30 രൂപയുടെ പരസ്യം ചെയ്യുന്നവനാണ്. ഇവൻ ഒരു തമ്പ്രാനായിട്ട് വാഴണം അവിടെ. അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ഇവ കഴിഞ്ഞ ഈ പിന്നെ എന്താ പറയണ്ട കുറച്ച് നാൾ മുമ്പ് ഇവൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാറെ കോകലെ പറഞ്ഞ അവളുടെ അപ്പ പെരിയ ഇത് എന്നാ ഈ തമിഴ്നാട് പൊളിറ്റിക്സിലുള്ളത് ഇവരാരെയും പേടിപ്പിക്കുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഒരു യുവതിയെ നിരന്തരമായിട്ട് ദ്രോഹിച്ച ഇവനാണോ ഈ എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇവനെ താങ്ങി നടക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു യുവതിയെ ഇത്രമാത്രം ഉപദ്രവിക്കാൻ ഒരു മനുഷ്യന് കഴിയോ? അതായത് ഇങ്ങനെയൊക്കെ ആ ഒരു പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ അവർ ഡിപ്രഷൻ അടിച്ചിട്ട് അവരുടെ പ്രൊഫഷൻ പോലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലാണുള്ളത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അത്രമാത്രം ക്രൂരതയാണ് ഈ ബാല എന്ന് പറയുന്നവൻ എലിസബത്തിനോട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവൻ ഇപ്പോഴും മാന്യനായിട്ട് നടക്കുകയാണ്. പറഞ്ഞ് എല്ലാവരോടും പറയുകയാണ്, എനിക്ക് മെഡിസിൻ ഒരാൾ മാറി തന്ന ഞാൻ പേര് പറയില്ല. അത് പേര് പറയണ്ട, എന്തിന് പേര് പറയുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആരാണ് മെഡിസിൻ എടുത്ത് തരാറ്, അതുപോലെ ആരാണ് കൂടെ നിന്നത്, ഈ ചാവാൻ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തരാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇവനെ പോലെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാതെ അവൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി പോയത് വളരെ മോശമായി എന്നേ ഞാൻ പറയുള്ളൂ. അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇപ്പോൾ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഈ വസ്തു ഉണ്ടല്ലോ, ഇതാണ് ഒരാൾക്ക് ഡിപ്രഷൻ ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാൽ വിവാഹം ശരിക്കും പറഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഈ ബാലയുടെ ഒരു തോന്നിയവാസവും ഇവിടെ നടക്കത്തില്ല. ബാല കോകിലെയും കെട്ടത്തില്ല, ഒരു തോന്നിയവാസം നടക്കത്തുമില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു രേഖയോ കാര്യങ്ങളോ ഇല്ലാതായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ എലിസബത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ബെഡ്റൂമിൻ്റെ വീഡിയോ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെളിയിൽ വിടും എന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു ചട്ടിയാണോ ഇങ്ങനെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഒരു യുവതിയെയും കൂട്ടിയിട്ട് ഇതെൻ്റെ ഭാര്യയാണ് പറയുക, എന്നിട്ട് അവളുടെ രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂമിൽ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞ് എന്നിട്ട് പുറത്തു വിടും എന്ന് പറയുക. ഇത്രമാത്രം ചട്ടിയാണോ ഇയാളെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ എന്തൊരു എന്നാ പറയേണ്ടത്, ഇവൻ ഏത് ഭാഷയിലാണ് ഇവനെ വിളിക്കേണ്ടത്? അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബോച്ചയൊക്കെ അറസ്റ്റ് ചെയ്ത അവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ ഈസി ആയിട്ട് എടുത്ത് ഉള്ളിലിടണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇവനെയൊക്കെ ഈസി ആയിട്ട് എടുത്ത് ഉള്ളിലിടാം. ഇവനാണ് ഈ ബോച്ചയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു തഗ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇവനൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഡോക്ടറുടെ ഈ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ചേർന്നിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക്, ആ ഒരു യുവതിക്ക് എലിസബത്തിന് എല്ലാവരും പിന്തുണ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ എലിസബത്തിൻ്റെ ജീവിതം തന്നെ നാളെ ഉണ്ടാവുമെന്നറിയില്ല. അത്രമാത്രം വിഷമത്തോട് കൂടിയിട്ടും ഡിപ്രഷനോട് കൂടിയിട്ടുമാണ് എലിസബത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എലിസബത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. സേവ് ദ എലിസബത്ത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഈ ബാല എന്ന് പറയുന്നവൻ രക്ഷപ്പെടാൻ പാടില്ല. അവൻ ആള് ഭയങ്കരനാണ്. ആ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് അവൻ പറയുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്, മലയാളികളെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചിച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത് എന്ന്. അത് കൃത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവൻ പല നുണകളുമാണ് ആ ചാനലിൽ പറയുന്നത്. ഇവൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ലേ കാണുള്ളൂ, കേരളത്തിലാരും കാണൂല എന്നാണ്. അതുപോലെ കേരളക്കാർക്ക് ആർക്കും തമിഴ് അറിയില്ല എന്നാണ് ഇവൻ്റെ ഒരു വിചാരമായിരുന്നു. ഏതായാലും ആ ഒരു ഇൻ്റർവ്യൂ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതലെന്ന് പറഞ്ഞാൽ മലയാളികൾ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്താ പറയേണ്ടത്, എലിസബത്തിൻ്റെ പേര് പറയാതെ തന്നെയാണ് അവൻ പറയുന്നത്. കാരണം പേര് പറഞ്ഞാൽ അവനറിയാം കുടുങ്ങുമെന്ന്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളെ പറ്റിക്കാൻ ഇവനെ സമ്മതിക്കരുത്. ഇനിയും തന്നെ ഇവനെതിരെ എല്ലാവരും നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവൻ നന്മമരമല്ല, ഇവനൊരു വൃത്തികെട്ട മനുഷ്യൻ തന്നെയാണെന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ എലിസബത്തിന് സപ്പോർട്ടായിട്ട് നിൽക്കുക. എലിസബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരു ലൈക്കും കമൻറ്റും അടിക്കുക. ഇതൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ ഇവനെയൊക്കെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.